സഭാപ്രസംഗകൻ അധ്യായം 5. ദൈവഭക്തി. വാക്യം 1. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക. ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്ത് ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തേക്കാൾ ഉത്തമം. തങ്ങൾ തിന്മയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഭോഷന്മാർ അറിയുന്നില്ല. വാക്യം 2. വിവേകശൂന്യമായി സംസാരിക്കരുത്. ദൈവസന്നിധിയിൽ പ്രതിജ്ഞയെടുക്കാൻ തിടുക്കം കൂട്ടരുത്. ദൈവം സ്വർഗത്തിലാണ്, നീ ഭൂമിയിലും. അതുകൊണ്ട് നിന്റെ വാക്കുകൾ ചുരുങ്ങിയിരിക്കട്ടെ. വാക്യം 3. ആകുലതയേറുമ്പോൾ ദുസ്വപ്നങ്ങൾ കൂടും. വാക്കുകൾ ഏറുമ്പോൾ അത് മൂഢജൽപ്പനമാകും. വാക്യം 4. ദൈവത്തിന് നേർച്ച നേർന്നാൽ നിറവേറ്റാൻ താമസിക്കരുത്. മൂഢരിൽ അവിടുത്തേക്ക് പ്രീതിയില്ല. നേരുന്നത് നിറവേറ്റുക. വാക്യം 5. നേർന്നിട്ട് നിറവേറ്റാത്തതിനേക്കാൾ ഭേദം നേരാതിരിക്കുന്നതാണ്. വാക്യം 6. നിന്റെ അധരങ്ങൾ നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ. തെറ്റുപറ്റിയതാണെന്ന് ദൂതനോട് പറയാൻ ഇടവരരുത്. വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ നിന്റെ അധ്വാനഫലം നശിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നതെന്തിന്? വാക്യം 7. സ്വപ്നങ്ങളേറുമ്പോൾ പൊള്ളവാക്കുകളും വർദ്ധിക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക. ദാരിദ്ര്യവും സമ്പത്തും. വാക്യം 8. ഒരു ദേശത്ത് ദരിദ്രൻ മർദ്ദിക്കപ്പെടുകയും നീതിയും ന്യായവും നിഷ്കരണം നിഷേധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നീ വിസ്മയിക്കരുത്. മേലധികാരിയെ അവന് മുകളിലുള്ളവനും അവനെ അവനും മുകളിലുള്ളവനും നിരീക്ഷിക്കുന്നുണ്ട്. വാക്യം 9. ഭൂമിയുടെ വിളവ് എല്ലാവർക്കും ഉള്ളതാണ്. രാജാവിനും വിളവിൽ ആശ്രയിക്കാതെ വയ്യ. വാക്യം 10. ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് തൃപ്തി വരികയില്ല. ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തി അടയുകയില്ല. വാക്യം 11. ഇതും മിഥ്യ തന്നെ. വിഭവങ്ങൾ ഏറുമ്പോൾ അത് തിന്നൊടുക്കുന്നവരുടെ എണ്ണം പെരുകുന്നു. നോക്കി നിൽക്കാനല്ലാതെ ഉടമസ്ഥന് അതുകൊണ്ട് എന്ത് പ്രയോജനം? വാക്യം 12. ഭക്ഷിക്കുന്നത് അല്പമോ അധികമോ ആകട്ടെ, അധ്വാനിക്കുന്നവന് സുഖനിദ്ര ലഭിക്കുന്നു. എന്നാൽ അമിത സമ്പാദ്യം ധനികൻ്റെ ഉറക്കം കെടുത്തുന്നു. വാക്യം 13. സൂര്യന് കീഴെ ഞാൻ വലിയൊരു തിന്മ കണ്ടു. ധനികൻ തൻ്റെ നാശത്തിന് മുതൽ സൂക്ഷിക്കുന്നു. വാക്യം 14. ഒരു സാഹസയത്നത്തിൽ അത് നഷ്ടപ്പെടുത്തുന്നു. തൻ്റെ പുത്രന് കൊടുക്കാൻ അവൻ്റെ കൈവശം ഒന്നുമില്ലാതായി. വാക്യം 15. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതുപോലെ നഗ്നനായി തന്നെ അവൻ പോകും. അവൻ്റെ പ്രയത്നഫലത്തിലൊന്നും അവൻ കൊണ്ടുപോകുകയില്ല. വാക്യം 16. അതും വലിയ തിന്മയാണ്. അവൻ വന്നതുപോലെ തന്നെ പോകും. വാക്യം 17. വ്യർത്ഥ പ്രയത്നം കൊണ്ടും അന്ധകാരത്തിലും വിലാപത്തിലും ആകുലതയിലും രോഗത്തിലും അസംതൃപ്തിയിലും തള്ളി നീക്കിയ ജീവിതം കൊണ്ടും അവൻ എന്ത് പ്രയോജനം? വാക്യം 18. ദൈവദത്തമായ ഈ ഹ്രസ്വജീവിതം മനുഷ്യൻ തിന്നും കുടിച്ചും അധ്വാനഫലം ആസ്വദിച്ചും കഴിയുന്നതാണ് ഉത്തമവും യോഗ്യവുമായി ഞാൻ കണ്ടിട്ടുള്ളത്. ഇതാണ് അവൻ്റെ ഗതി. വാക്യം 19. സമ്പത്തും സമൃദ്ധിയും അത് അനുഭവിക്കുവാനുള്ള കഴിവും നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും തൻ്റെ ഈ അവസ്ഥയെ മാനിക്കുകയും അധ്വാനഫലം ആസ്വദിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. വാക്യം 20. ജീവിതത്തിൻ്റെ ദിനങ്ങൾ കൊഴിഞ്ഞു പോകുന്നതിനെക്കുറിച്ച് അവൻ പര്യാകുലനല്ല. കാരണം ദൈവം അവൻ്റെ ദിനങ്ങൾ സന്തോഷഭരിതമാക്കിയിരിക്കുന്നു.